നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം എന്ന സീരീസിലെ 15ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ എഫെസോസ് സഭയ്ക്കുള്ള ദൂതായിരുന്നു പഠന വിഷയം. എന്നാൽ ഈ ക്ലാസ്സിൽ സ്മുർണയിലെ സഭയ്ക്കുള്ള ദൂതാണ് വിഷയം. 8ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്മുർണയിലെ സഭയുടെ ദൂതിനെ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളിച്ചെയ്യുന്നു. മറ്റൊരു ട്രാൻസ്ലേഷൻ കൂടെ ഞാൻ വായിക്കാം. ഇനി നീ സ്മുർണയിലെ സഭയുടെ ദൂതിനെ എഴുതുക. ആദ്യനും അന്ത്യനുമായവൻ ഈ കാര്യങ്ങൾ പറയുന്നു. അവൻ മരിച്ചവനായി ജീവിക്കുകയും ചെയ്തു. സ്മുർണ എന്ന പേരിൻ്റെ അർത്ഥം മൂർ എന്നാകുന്നു. മൂര് ഒരു സുഗന്ധ വസ്തുവാകുന്നു. കർത്താവിനെ നമസ്കരിക്കുവാൻ വന്ന ജ്ഞാനികൾ പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു എന്ന സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനി അടുത്തതായിട്ട് ഈ സ്മുർണ എന്ന് പറയുന്ന സ്ഥലം എവിടെയായിരുന്നു എന്ന് പറയാം. എഫെസോസിന് വടക്ക് ഭാഗത്തായി ഏജിയൻ കടൽ തീരത്തുണ്ടായിരുന്ന ആസിയയിലെ ഒരു പ്രമുഖ നഗരമായിരുന്നു സ്മുർണ. റോമൻ ചക്രവർത്തിമാരെ ദൈവമായി വണങ്ങുന്ന സമ്പ്രദായം ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. തിബേരിയസ് ചക്രവർത്തി വണക്കം എന്ന സമ്പ്രദായത്തിൻ്റെ ഇരിപ്പിടമായിരുന്നു സ്മുർണ നഗരം. യഹൂദന്മാരിൽ അധികവും ക്രിസ്തു വിശ്വാസികൾക്കെതിരായിരുന്നു. പാവപ്പെട്ടവരുടെ ഒരു സഭയായിരുന്നു സ്മുർണയിലേത്. ഒരുപക്ഷെ ഈ യഹൂദന്മാർ അവരെ ഒറ്റപ്പെടുത്തുകയും ജോലി ചെയ്യുവാനും വ്യവസായങ്ങൾ നടത്തുവാനുമുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ടും ആയിരിക്കാം അവർ പാവപ്പെട്ടവരായി തീർന്നത്. എങ്കിലും അവർ വിശ്വാസത്തിൽ സമ്പന്നരായി. അടുത്തതായത് ഈ ലേഖനം ആർക്കാണ് എഴുതിയത് എന്ന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കാം. ലേഖനം എഴുതിയിരിക്കുന്നത് സഭയുടെ ദൂതനാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിലും 11ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് എന്ത് പറയുന്നു എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ലേഖനം സഭയുടെ ദൂതന് മാത്രമല്ല, അത് സഭയ്ക്കും മറ്റു സഭകൾക്കും ചെവിയുള്ള ഏതൊരുവനും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ലേഖനം ആരുടെ വാക്കുകൾ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന ആദ്യനും അന്ത്യനുമായവൻ ഈ കാര്യങ്ങൾ പറയുന്നു എന്നാണ്. ആരാണ് ആദ്യനും അന്ത്യനുമായവൻ? യശയാവ് 4:14 നാം വായിക്കുന്നു, യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോട് കൂടെ അനന്യനും ആകുന്നു. യശയാവ് 44:6 വായിക്കുന്നു, യഹോവയാം ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല. യശയാവ് 48:12 വായിക്കുന്നു, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലിനെ കേൾക്കുക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഇതെല്ലാം യഹോവയായ ദൈവത്തിന്റെ വാക്കുകളാണ്. ആകയാൽ ആദ്യനും അന്ത്യനും എന്നത് യഹോവയായ ദൈവത്തിന്റെ വിശേഷണമാണ്. ആദ്യനും അന്ത്യനുമായവൻ എന്ന് ഇവിടെ ആരെക്കുറിച്ചാകുന്നു പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്നുകൂടെ നോക്കാം. ആദ്യനും അന്ത്യനുമായവൻ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് പ്രസ്താവിച്ച ശേഷം അവനെക്കുറിച്ച് അവൻ മരിച്ചവനായി അനന്തരം അവൻ ജീവിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകയാൽ ആദ്യനും അന്ത്യനുമായവനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ആകുന്നു. ആകയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആദ്യനും അന്ത്യനുമായ ഏക സത്യദൈവമായ യഹോവയാകുന്നു എന്നതിന് വളരെ വ്യക്തമായ ഒരു തെളിവ് ഇവിടെ നൽകിയിരിക്കുന്നു. അവിടുന്ന് ആകുന്നു സ്മുർണയിലെ സഭയുടെ ഈ ദൂത് അരുളി ചെയ്യുന്നത്. സ്മുർണയിലെ സഭയെക്കുറിച്ച് പറഞ്ഞ പ്രശംസനീയമായ വസ്തുതകൾ: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും നീ അറിയുന്നു. ഇതാണ് 9ാം വാക്യത്തിന്റെ വായന. മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തികളെയും ഞെരുക്കത്തെയും ദാരിദ്ര്യത്തെയും അറിയുന്നു, എങ്കിലും നീ ഒരു ധനവാനാകുന്നു, തങ്ങളെ തന്നെ യഹൂദന്മാരാകുന്നു എന്ന് പറയുന്നവരിൽ നിന്നുള്ള അധിക്ഷേപത്തെയും ഞാൻ അറിയുന്നു. നേരെ മറിച്ച് അവർ സാത്താന്റെ ഒരു കൂടിവരവ് ആകുന്നു. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങളിലേക്ക് ഇനി ശ്രദ്ധ തിരിക്കാം. 1. സ്മുർണയിലെ സഭ പ്രവൃത്തികളിൽ നന്നായിരുന്ന ഒരു സഭയായിരുന്നു. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എന്ന് മാത്രമേ സത്യവേദ പുസ്തക തർജ്ജമയിലുള്ളൂ.
എന്നാൽ ഞാൻ നിന്റെ പ്രവൃത്തികളെയും ഞെരുക്കത്തെയും ദാരിദ്ര്യത്തെയും അറിയുന്നു എന്നാണ് മറ്റു ചില വേർഷൻസിലുള്ളത്. ഉദാഹരണത്തിന് റിസീവ് ടെക്സ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നവയിലെല്ലാം ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ചാൽ ഐ നോ യുവർ വർക്ക്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ കർത്താവ് അവിടെ സഭയുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തികളെ അറിയുന്നു എന്ന് വെച്ചാൽ കർത്താവ് സ്മരണയിലെ സഭയുടെ അനുസരണത്തിന്റെ പ്രവൃത്തികളെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് വരുന്നത്. കർത്താവ് തൻ്റെ എല്ലാ സഭകളുടെയും പ്രവൃത്തികളെ അറിയുന്നുണ്ട്, പക്ഷെ എല്ലാം അംഗീകരിക്കുന്നുണ്ടാവില്ല. എന്നാൽ സ്മരണയിലെ സഭയുടെ പ്രവൃത്തികളെ കർത്താവ് അംഗീകരിക്കുന്നുണ്ടായിരുന്നു, പ്രശംസിക്കുന്നുണ്ടായിരുന്നു. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പ്രവൃത്തികൾ വചനത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? അത് സഭകളുടെ നാഥനായ കർത്താവിന് പ്രസാദകരമാണോ? അതിൽ തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതല്ലേ? തെറ്റുകളുണ്ടെന്ന് എങ്ങനെ അറിയാം? ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പരിശോധിച്ചറിയാവുന്നതാണ്. ഇനി സ്മരണയിലെ സഭയിൽ കർത്താവ് കണ്ട അടുത്ത കാര്യം, രണ്ടാമത്തേത്. സ്മരണയിലെ സഭ കർത്താവിനെ പ്രതി കഷ്ടം സഹിച്ചുകൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ അവർ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാതിരിക്കുവാനായി പിശാചും ലോകരും ചേർന്ന് ഞെരുക്കുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു. കർത്താവ് മത്തായി 7 പറഞ്ഞു, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് ആകുന്നു എന്ന്. അപ്പൊ ജീവങ്കിലേക്കുള്ള ഒരു വഴി, ആ വഴിയിലൂടെയാണ് നാം വിശ്വസിക്കുന്നവർ ആ വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അത് ഇടുക്കമുള്ള വഴിയാണ്, വിശാലമല്ല, ഞെരുക്കമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഉപദ്രവങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. അത്ര എളുപ്പം മുന്നോട്ട് പോവുക സാധ്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോഥിക്ക് എഴുതി. അതുകൊണ്ട് സ്മരണയിലെ സഭ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സ് വച്ചിരുന്നവരാണ്. ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കൊക്കെ കഷ്ടതയുണ്ടാകും. ക്രിസ്തീയ ജീവിതം ഒരു പൂമെത്തയല്ല എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്താണ് നമ്മുടെ അവസ്ഥ? നാം ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സ് വയ്ക്കുന്നവരാണോ? സ്മരണയിലെ സഭ അവിടെ ഉള്ള യഹൂദന്മാരായിരുന്നു കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ഞെരുക്കിക്കൊണ്ടിരുന്നത്. അവരാണ് യഥാർത്ഥ ദൈവജനം എന്ന് അവർ തെറ്റിദ്ധരിച്ചാണ് ജീവിച്ചിരുന്നത്. യഥാർത്ഥമായി ദൈവഭക്തിയുടെ മാർഗത്തിൽ നടക്കുന്നവർ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ യേശു ക്രിസ്തുവിനെയും സ്മരണയിലെ സഭയെയും ദുഷിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവരെ ദുഷിച്ച് സംസാരിക്കുക ലോകത്തിൻ്റെ രീതിയാണ്, അവിശ്വാസ ലോകത്തിൻ്റെ രീതിയാണ്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ലോകം അവരെ ദുഷിച്ച് സംസാരിച്ചത്. നമ്മെ ദുഷിച്ച് സംസാരിക്കുന്നതും ഇതേ കാരണത്താലാണ്. ഇത് സംബന്ധിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കുന്നത് നാം ഭാഗ്യവാന്മാരാകുന്നു അഥവാ അനുഗ്രഹീതരാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. കാരണം നാം ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സ് വെക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത്. സ്മരണയിലെ സഭയെ ഞെരുക്കിയിരുന്നത് യഹൂദന്മാർ ആയിരുന്നുവെങ്കിലും സാത്താനായിരുന്നു അവരിലൂടെ ഞെരുക്കിയിരുന്നത്. ആകയാൽ കർത്താവ് പറയുന്നത് അവർ സാത്താന്റെ പള്ളിക്കാരായിരുന്നു എന്നാണ്. സ്മരണയിൽ യഹൂദപ്പള്ളി ഉണ്ടായിരുന്നു. റോമർ 2:28-29 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. സ്മരണയിലെ യഹൂദന്മാർ ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന ഇല്ലാത്തവരായിരുന്നു. അവർ ഹൃദയ പരിച്ഛേദനയുള്ളവരെ ഞെരുക്കിക്കൊണ്ടിരുന്നു. അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അവർ സാത്താന്റെ പ്രതിനിധികളായി പ്രവർത്തിച്ചതുകൊണ്ട് കർത്താവ് അവരെ സാത്താന്റെ പള്ളിക്കാർ എന്ന് വിളിച്ചു. കർത്താവിനെയും കർത്താവിന്റെ ജനത്തെയും നിരസിക്കുന്ന, ദുഷിക്കുന്ന യഹൂദന്മാരെ ദൈവജനം എന്ന് വിളിച്ച് തെറ്റിദ്ധാരണയോടെ ആദരിക്കുന്ന ഒരു തെറ്റായ സമ്പ്രദായം വിശ്വാസികളുടെ മധ്യത്തിലുണ്ട്. ഈ തെറ്റിദ്ധാരണ നാം മനസ്സിൽ നിന്ന് നീക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദുഷിക്കുന്നവർ ദൈവജനത്തിൽ ഉൾപ്പെട്ടവരല്ല. കർത്താവിനെ നിരസിക്കുന്നവർ ദൈവജനത്തിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശെ തന്നെയും പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ തനിക്കെതിരെ നിന്ന യഹൂദന്മാരെ സാത്താന്റെ പള്ളിക്കാർ എന്ന് വിളിച്ച സാക്ഷാൽ
ക്രിസ്തുവിൻ്റെ നിലപാടാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ സഭകൾക്ക് വേണ്ടത്, വിശ്വാസികൾക്ക് വേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, സ്മുർണയിലെ സഭ കർത്താവിൽ സമ്പന്നമായ ഒരു സഭയായിരുന്നു. അവർ ഭൗതികമായി ദരിദ്രരായിരുന്നു. സ്മുർണയിലെ സഭ പാവപ്പെട്ടവരുടെ ഒരു കൂട്ടമായിരുന്നു. വിശ്വാസ നിമിത്തം സമൂഹം അവരെ ഞെരുക്കിയിരുന്നതായിരിക്കാം അവരുടെ ഭൗതിക ദാരിദ്ര്യത്തിൻ്റെ കാരണമായിരുന്നത്. എങ്കിലും അവർ ആത്മീകമായി സമ്പന്നരായിരുന്നു. അവർ ക്രിസ്തുവിൻ്റെ ദൃഷ്ടിയിൽ സമ്പന്നരായിരുന്നു. യാക്കോബിൽ താൻ പറയുന്നു, പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ഒരു അവിശ്വാസിയും ലോകപ്രകാരം സമ്പന്നനുമായിരിക്കുന്നതിനേക്കാൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളായിരിക്കുന്നതാണ് ഉത്തമം. അതാണ് യഥാർത്ഥ സമ്പന്നത. സ്മുർണയിലെ വിശ്വാസികൾ ഇക്കാരണത്താൽ ഭൗതികമായി ദരിദ്രരും അതേസമയം ആത്മീകമായി സമ്പന്നരുമായിരുന്നു. തീയിൽ ഊതിക്കഴിച്ച വിശ്വാസം എന്ന പൊന്ന് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. തീയിൽ ഊതിക്കഴിച്ച വിശ്വാസം എന്ന സമ്പത്ത് അവർക്കുണ്ടായിരുന്നു. ലവോദിക്കയിലെ സഭയിലെ വിശ്വാസികൾ നേരെ മറിച്ചായിരുന്നു. അവർ, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് ധാരാളം ഭൗതിക സമ്പത്ത് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞു, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകുന്നു. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന് വാങ്ങുക. തീയിലൂതി കഴിച്ച ആ പൊന്ന് വിശ്വാസം തന്നെ. വിശ്വാസികളിൽ പലരും ഇന്ന് ഈ ബോധ്യമില്ലാത്തവരായി ജീവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. അവർ വിശ്വാസത്തിൽ സമ്പന്നരാകുവാൻ മെനക്കെടാതെ ഭൗതികമായി സമ്പന്നരാകുവാൻ പരിശ്രമിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. അവർ സഭാ യോഗങ്ങളെ അവഗണിക്കുകയാണ്, ദൈവവചനത്തെ അവഗണിക്കുകയാണ്, പ്രാർത്ഥനാ ജീവിതത്തെ അവഗണിക്കുകയാണ്. ഭൗതിക സമ്പത്തിനെ ദൈവാനുഗ്രഹത്തിൻ്റെ അളവ് കോലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് വാരി കൂട്ടുന്നതിലാണ് അവരുടെ വ്യഗ്രത. അതിനെ പരിതാപകരം എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കുവാനാകുകയുള്ളൂ. ഇനി സ്മുർണയിലെ സഭയ്ക്കുള്ള പ്രബോധനങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മറ്റൊരു തർജ്ജമ കൂടെ ഞാൻ വായിക്കാം. നീ സഹിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ഭയപ്പെടരുത്. ഇതാ, നിങ്ങൾ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി അപവാദി നിങ്ങളുടെ ഇടയിൽ നിന്നും ചിലരെ തടവിലിടുവാൻ പോകുന്നു. നിങ്ങൾക്ക് 10 ദിവസം ഞെരുക്കമുണ്ടാകും. നീ മരണം വരെ വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ നിനക്ക് ജീവന്റെ കിരീടം തരും. നീ സഹിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ഭയപ്പെടരുത്, മരണം വരെ വിശ്വസ്തനായിരിക്കുക. ഇതാണ് പ്രബോധനം. പിശാച് എന്ന പദത്തെ അതിൻ്റെ അർത്ഥമനുസരിച്ച് തർജ്ജമ ചെയ്താൽ അപവാദി എന്നാണ്. ഗ്രീക്കിൽ ഡയബോളസ് എന്നാണ്. സ്മുർണയിലെ വിശ്വാസികൾക്ക് അപവാദിയാൽ ഞെരുക്കം സഹിക്കേണ്ടതുണ്ടായിരുന്നു. അവൻ അവരെ പരീക്ഷിച്ച് പലരെയും തടവിലാക്കുവാൻ പോകുകയായിരുന്നു. ഏകദേശം 10 നാൾ അവർ ആ ഞെരുക്കം സഹിക്കണമായിരുന്നു. അവരിൽ ചിലരെ കൊല്ലുകയോ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവിക്കുവാനിരുന്നത്. എങ്കിലും അവർ ഭയപ്പെടുവാൻ പാടില്ല എന്നായിരുന്നു കർത്താവിൻ്റെ നിർദ്ദേശം. കാരണം ഭയപ്പെടാതിരിക്കുക എന്നതായിരുന്നു പരീക്ഷ സഹിക്കുവാനുള്ള ഒരുക്കങ്ങളിൽ ഒന്ന്. രണ്ടാമതായി, മരണം വരെ വിശ്വസ്തനായിരിക്കുവാൻ അവിടുന്ന് അവരോട് കൽപ്പിച്ചു. ദൈവസഭകൾക്ക് എക്കാലത്തും പിശാചിനാലുള്ള അപവാദിയാലുള്ള കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. അവനോടുള്ള പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു കാര്യമാണ്. അവനെ ജയിക്കുവാൻ ഒന്നാമതായി നാം അവനെയോ അവൻ്റെ തന്ത്രങ്ങളെയോ ഭയപ്പെടാതിരിക്കണം. അവനെ ജയിക്കുവാൻ രണ്ടാമതായി നാം മരണപര്യന്തം കർത്താവിനോട് ചേർന്ന് ജീവിക്കണം, വിശ്വസ്തരായി ജീവിക്കണം. വിശ്വസ്തരായിരിക്കുക എന്ന് വെച്ചാൽ മരിക്കുവോളം ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തള്ളിപ്പറയാതെ ജീവിക്കുക എന്നാണ് അർത്ഥം. ഇന്ന് ഉത്തര ഭാരതത്തിൽ അനേകർ ജയിലിലായിരിക്കുന്നു. വിശ്വാസം നിമിത്തം സുവിശേഷം അറിയിച്ചതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുന്നുണ്ട്. അവർക്കും ഉള്ള പ്രബോധനം ഇത് തന്നെയാണ്. അപവാദിയെ ജയിച്ചവർ എങ്ങനെ ജയിച്ചു എന്നാണ് 12-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം
തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തത്താലും സുവിശേഷ വചനത്താലും അവർ അവനെ ജയിച്ചു. എന്നിരുന്നാലും ഒരു കാര്യം കൂടെ മരണപര്യന്തം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരിച്ചു പോകുന്നത് ഒരു വലിയ കാര്യമായിട്ട് അവർ ചിന്തിച്ചില്ല. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ ആവശ്യമാണ്. നാം ജീവിച്ചിരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. എങ്കിലും നാം മരിക്കണം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ആഗ്രഹമാണെങ്കിൽ അതാണ് നിർവഹിക്കപ്പെടേണ്ടത്. മരണപര്യന്തം ഒരു വിശ്വാസിയായിരിക്കുവാൻ സ്വന്തം പ്രാണനെ സ്നേഹിക്കാതിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അബ്രാഹാം, സാറ, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം വിശ്വാസത്തിൽ മരിച്ചു എന്ന് പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്നു. കർത്താവ് പറഞ്ഞു, സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് പിന്നെയും പറഞ്ഞു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ അതിനെ പകയ്ക്കുന്നവർ അതിനെ ജീവനായി സൂക്ഷിക്കും. അപ്പസ്തലനായ പൗലോസ് എഴുതി, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇനി അടുത്തതായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം സംബന്ധിച്ചാണ്. കുറച്ച് 10-ാം വാക്യത്തിലും ബാക്കിയുള്ളത് 11-ാം വാക്യത്തിലുമാണുള്ളത്. 10-ാം വാക്യത്തിൻ്റെ ശേഷഭാഗത്തുള്ളത് ആദ്യം വായിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. 11-ാം വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്നുള്ള നിലയിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 10-ാം വാക്യത്തെ ഞാൻ മറ്റൊരു തർജ്ജമയിലൂടെ വായിക്കാം. എന്നാൽ ഞാൻ നിനക്ക് ജീവന്റെ കിരീടം തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഒരിക്കലും രണ്ടാമത്തെ മരണത്താൽ ദണ്ഡിപ്പിക്കപ്പെടുകയില്ല. അപ്പൊ ആദ്യം ജയിക്കുന്നവനുള്ള പ്രതിഫലമായി പറഞ്ഞിരിക്കുന്നത് അവന് ജീവന്റെ കിരീടം കൊടുക്കപ്പെടും എന്നാണ്. ജീവന്റെ കിരീടം എന്ന് പറഞ്ഞാൽ ജീവൻ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട കിരീടം അഥവാ ജീവൻ എന്നാണ്, അതായത് നിത്യജീവൻ എന്നാണ്. അപ്പോൾ ജയിക്കുന്നവന് കർത്താവ് കൊടുക്കുന്നത് ജീവനിലേക്കുള്ള പുനരുത്ഥാനം, ജീവൻ. ഇതാണ് കർത്താവ് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് ഒരു ഉറപ്പാണ്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവൻ ഒരിക്കലും രണ്ടാമത്തെ മരണത്താൽ ദണ്ഡിപ്പിക്കപ്പെടുകയില്ല. ഇത് വില കൊടുത്താൽ കിട്ടുന്ന അനുഗ്രഹമാണോ? അല്ല. ഈ ഭൂമിയിലെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. മരിക്കാതെ ജീവിച്ചിരിക്കുന്ന ആരും തന്നെയില്ല. എന്നാൽ മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കുന്നവന് ദൈവം നിത്യജീവനാണ് വാഗ്ദാനം ചെയ്യുന്നത്. രണ്ടാമത്തെ മരണത്താൽ ദോഷം വരികയില്ല, ദണ്ഡിപ്പിക്കപ്പെടുകയില്ല എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇതിലും വലിയൊരു അനുഗ്രഹം ഏതാണ് ഉള്ളത്? ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വിശ്വാസത്തിൽ സമ്പന്നരാകാം. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഉണ്ടായേക്കാവുന്ന കഷ്ടങ്ങളെ പ്രതി ഭയപ്പെടാതിരിക്കാം. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം. അങ്ങനെ വിശ്വസ്തരായിരുന്നുകൊണ്ട് നമുക്ക് കഷ്ടങ്ങൾ സഹിക്കാം. നമ്മുടെ ശാരീരിക ജീവനെ നമുക്ക് വിലയേറിയതായിട്ട് എണ്ണാതിരിക്കാം. അതിനെ പകയ്ക്കാം, സ്നേഹിക്കാതിരിക്കാം. ഇങ്ങനെ കർത്താവ് നമുക്ക് തരുവാൻ പോകുന്ന ജീവന്റെ കിരീടത്തിനായി കാത്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.